ഹലോ, എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാനിന്ന് എന്റെ മൂഞ്ചിയായിട്ട് വീണ്ടും വന്നിട്ടാ. അപ്പൊ നമ്മളെ ഷീമോള് ശസമോളത്തെ മദ്രസക്ക് പോകാനായിട്ട് ചായ കുടിക്കുകയാണ്. ഇന്ന് നമുക്കുള്ളത് പൊരിച്ച പത്തിരിയാണ് കേട്ടോ. അപ്പൊ പൊരിച്ച പത്തിരി മത്തിക്കറിയും കൂട്ടിക്കാണ്ടേ ഞാനും ഒരു പിടിപിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയം കൊണ്ട് എനിക്കുള്ളതാവും. അതിന്റെ മുന്നേ നമ്മൾ ഷീമോള് ശസമോളൊക്കെ കൊണ്ടാക്കി വന്നിട്ടാ. അപ്പൊ വന്നതിന്റെ ശേഷത്തൊക്കെ ആ മത്തിക്കറി കൂട്ടിക്കാണ്ട് പൊരിച്ച പത്തിരി തിന്നാനുള്ള പരിപാടിയിലാണ് ഞാൻ. പൊരിച്ച പത്തിരി, പൂരി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ ഉണ്ടല്ലോ, ഞങ്ങളെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുമോളൊക്കെ ഇടക്കിടക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പൊ തിന്നാനായിട്ട് ഞാൻ റെഡി ആയിട്ടോ. ഞാൻ റെഡി ആക്കാണ്ട് ആ മത്തിനെ നീണ്ടുകൃത്തിയോടെ കെടുത്തിക്കാണ്ട് ഒരു കഷ്ണം പത്തിരിയും കൂട്ടിക്കാണ്ട് അതാ ആണ്ട് കയറ്റി വെച്ചു. ഇപ്പോഴത്തെ സീസണിൽ കിട്ടുന്ന മത്തി അടിപൊളി മത്തിയാട്ടാ. എന്തുണ്ടാക്കിയാലും അടിപൊളിയാണ്. മത്തി നാടനായതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് ഫുള്ള് നമുക്ക്. അങ്ങനെ ചായ കുടിച്ചാൽ കഴിഞ്ഞാൽ അല്പം നേരം റെസ്റ്റ് എടുക്കാച്ചിട്ട് ഞാൻ അവിടെ റേക്കുമ്പോൾ തന്നെ കിടന്നു. കുഞ്ഞുമോളുടെ പാത്രം മുറിയാണ്. അങ്ങനെ ഉഷാറായിട്ട് അവിടെ നിന്നാണ് കിടന്ന് നീണ്ടു നിറഞ്ഞു. ആ കിടത്ത് അധികം നേരം ഒന്നും കിട്ടിയിട്ടില്ല. വേഗം നീച്ച് വണ്ടെന്ന് സമയമായിട്ടോ. അങ്ങനെ എനിക്ക് അന്നം തരുന്ന എന്റെ മുത്തുമണിനെ എടുത്തുകൊണ്ട് ഞാനിതാക്കുന്ന റോട്ടുമൊക്കെ എത്തിട്ടോ. അപ്പൊ ഇതെത്തിപ്പോ നമ്മളവിടുത്തെ ഈ ഒരു കാഴ്ചകളാരും കണ്ടിക്കണം. ഇത് നമ്മളെ തിരുവരങ്ങാടി ആർട്ട് ഓഫീസിന്റെ കയ്യിൽ ബ്രേക്ക് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഉണ്ടാക്കി തന്ന നല്ലൊരു റോഡും നല്ലൊരു ഫുട്പാത്തും അടിപൊളി ഏരിയ ആണ് കേട്ടോ. അത് ഇവിടെയാണ് ഈ കൊടുത്ത് കാട്ടി കൂട്ടിക്കേണ്ട ഓരോ മനുഷ്യന്മാർ. അവനോട് എനിക്ക് ഇതിൽ കുറച്ച് ഒന്നും പറയാനില്ല. ആ ചെയ്തതിനോട് നിങ്ങൾക്ക് എന്തേ പറയണ്ടില്ല, കമന്റിലാണ് പറഞ്ഞാളിട്ടാ. പള്ളണം അറിയട്ടെ. ഒരു തല വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ ഒരു തല നശിപ്പിക്കണ നമ്മളെ ഈ ജനത വല്ലാത്തൊരു അവസ്ഥയാണ്. ഏതായാലും സ്കൂൾ ട്രിപ്പിന് പോകണല്ലേ നമ്മളെ, അത് നമ്മൾ മറക്കാൻ പാടില്ല. ഏതായാലും വെളിമുക്കത്തിപ്പോ നല്ല മഴ കേട്ടോ. ഇന്ന് ഫുള്ള് മഴയാണ്, ഇന്നലെ മഴ കേട്ടോ. അതിന്റെ മുന്നേ ആണെങ്കിലോ നല്ല വെയിലായിരുന്നു ഒരാഴ്ച. ഏതായാലും ഇനി വല്ലാതൊന്നും കഥ പറഞ്ഞിക്കാൻ നേരമില്ല. 8 മണിയായി നമ്മളെ കുട്ടികളെടുക്കണം. 56 നമ്മള് പാലക്കലുണ്ടോ. പാലക്കലൊക്കെ നല്ല മഴയാണ്. വെളിമുക്ക് മാത്രമല്ല ഒന്നൊന്നായിട്ട് എടുത്തിക്കാണ്ട് അത് അവസാനത്തെ കുട്ടിയുണ്ടോ വണ്ടി കയറേണ്ടത്. ഇത് നമ്മുടെ സ്കൂളിന്റെ തൊട്ടടുത്താണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് അവിടെ കൊണ്ടുപോയി വിട്ടിക്കാണ് രണ്ടാമത്തെ ട്രിപ്പിനായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ടാ. ഒന്നാമത്തെ ട്രിപ്പിൽ സുന്ദരിയും സുന്ദരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും രണ്ടാമത്തെ ട്രിപ്പിൽ സുന്ദരന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ 2 ട്രിപ്പും കഴിഞ്ഞാണ് ഞാനത് പെരിയിലെത്തി. 9:57 10:10 CND സ്കൂളിലുള്ള ട്രിപ്പും കൂടി എടുക്കാൻ. അതോടുകൂടി നമ്മളെ രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇവരെ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. മഴ കൊള്ളാതെ കയറാനായിട്ട് ഞാൻ ബെൽക്ക് കുറച്ച് വണ്ടിയാണ് ബാക്കേജ് കൊടുത്തിട്ടോ. കാരണം ബെൽ കുളിർത്താൻ ശരിയാവില്ല. വൈകുന്നേരം വരെ ക്ലാസ്സിൽ ഇരിക്കാനുള്ളതല്ല. നമ്മളൊരു ദിവസത്തെ രാവിലെ 7 മുതൽ 10 വരെയുള്ള കാഴ്ചകളാണ് ടപ്പങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൾട്ടാ. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ഇട്ടാളി.